ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. സങ്കീർത്തനം സാംസ് 16 അധ്യായം, സാം 16 വേഴ്സസ് 1. സങ്കീർത്തനം 16 അധ്യായം 1 വാക്യം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു. Preserve me, O God, for in you I take refuge. Preserve me, O God, for in you I put my trust or refuge. Praise the Lord. A spiritual life with trusting in our loving Father. സ്നേഹനിധിയായ പിതാവിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു. Lord, I put my trust in you. I put my trust in you. നിന്നിൽ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. So preserve me, എന്നെ കാത്തുകൊള്ളണമേ, എന്നെ സൂക്ഷിക്കണമേ, എന്നെ സംരക്ഷിക്കണമേ. ദൈവത്തിന് സ്തോത്രം. Praise the Lord. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ എല്ലാവരും, everyone who comes to Christ, our heavenly Father want to see everyone will put their trust in Lord. എല്ലാവരും ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. Praise the Lord. Amen. Our life shall be a testimony. എന്താണ് ടെസ്റ്റിമണി? I am a man of God whom I put my trust in Lord. ഞാനൊരു ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിൽ ഞാൻ ശരണം പ്രാപിക്കുന്ന വ്യക്തിയാണ്. So the things, the miracles, the changes, the blessings what happening in you, that will proclaim the testimony. He is a man who trusts in Lord. നിന്റെ ജീവിതത്തിൽ വരുന്ന നന്മകൾ, ഉയർച്ചകൾ, ആമേൻ, വിടുതലുകൾ ലോകത്തോട് നീ പറയാതെ സാക്ഷ്യം പറയും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ ഇതിലാണ് ഇവൻ. സ്തോത്രം. Praise the Lord. When you trust in Lord, you are proclaiming a heavenly testimony. ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഒരു heavenly proclamation ആണ്. You are proclaiming the glory of God, saying that I trust in God. ദൈവത്തിന് സ്തോത്രം. Why Lord is telling, trust in me? See, God is not like a man or any human being. He will not say any word without a purpose. നമ്മൾ പറയുന്ന കളിതമാശ പോലെ ദൈവം വെറുതെ പറയില്ല. Every word is powerful and with a purpose. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് ആമേൻ ശക്തിയുണ്ട്, ഉദ്ദേശമുണ്ട്, അതിന് വലിയ ആധികാരികതയുണ്ട്. സ്തോത്രം. So he is telling us, put your trust in Lord. ദൈവത്തിന് സ്തോത്രം. കുവൈറ്റിൽ കേൾക്കുന്ന ഏറ്റവും വലിയ ആദ്യം വന്ന് കേട്ട വാക്ക് ഏതാണ്? The first word you heard, what is that? The famous word, wasta. Praise God. First word is wasta. അതിലെ WASTA, ആ എ മാറ്റിയിട്ട് ഈ ഇട്ടാൽ എന്തായി മാറി? വാസ്ത ഈസ് വേസ്റ്റ്. വാസ്ത ഈസ് വേസ്റ്റ്. ട്രസ്റ്റ് ഇൻ ലോർഡ്. Praise God. We have only one Vasta, our heavenly Father. Hallelujah. Praise God. Put trust in Lord. Why God is telling trust in Him? Psalms 84:12. സങ്കീർത്തനം 84:12 ഇങ്ങനെ പറയും. Psalms 84:12. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. O Lord of hosts, blessed is the one who trusts in you. Blessed is the one who put his trust in you. നീ എപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അപ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടവനായി, അനുഗ്രഹിക്കപ്പെട്ടവളായി മാറുമെന്നല്ല, മാറിക്കഴിഞ്ഞിരിക്കുന്നു. Praise the Lord. Praise the Lord. Any problems in your life, sickness, any problem, financial, whatever in the world, whatever in spiritual, the moment you put the trust in Lord, you are blessed. നീ ആശ്രയിക്കുമ്പോൾ തന്നെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. എന്താ വായിച്ചേ? സൈന്യങ്ങളുടെ യഹോവേ,
നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Blessed is the man who put the trust in you. സ്തോത്രം. Praise the Lord. Hallelujah. സ്തോത്രം. So we are saying, Lord, we are putting our trust in you. നിന്നിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, വേറെ ആരിലും ഞാൻ ആശ്രയിക്കുന്നില്ല. I am not putting my trust. But നമ്മളുടെ സ്റ്റൈൽ എങ്ങനെ? What is our style? We trust Lord and we trust the people. We trust Lord and we trust many things. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക, പ്രാർത്ഥിക്കുകയും ചെയ്യും. മലയാളത്തിൽ പറഞ്ഞാൽ സ്തോത്രവും പറയും, സൂത്രപ്പണിയും ചെയ്യും. We will trust in Lord and we will go according to my will. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. But blessed is the man who put the trust completely in Lord. അതെന്താണ്? ബുക്ക് ഓഫ് ജെറമിയ 17:7 എന്ന് വായിച്ചേ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Be not a terror to me. You are my refuge in the day of disaster. ആ വാക്യമല്ല 17:7. Blessed is the man who trusts in the Lord. Trust in the Lord. Whose trust is in the Lord. Whose the trust is in the Lord. If you trust God, trust God. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിൽ മാത്രം വിശ്വസിക്കണം. Never trust in your manager. Never trust your matron. Never trust any man in the world. Never put your trust on any mediators. Never put trust on any pastors. Never put any trust on any religious leaders. Trust means trust in God. Stop. Praise the Lord. I have seen many times these pastors will come from India, mainly sisters. Pastor, I have this problem. Please pray for me. Who is going to pray? Who is going to pray? I am in this church. I am a selfish man. I am not ready to pray for my church members. Then you are thinking that some X or Y who is coming to you, they will pray for you. Maybe some people, you are putting the trust in them. We can tell, pray, but your trust shall be on the Lord. Nobody can give the deliverance. I mean, that's the reason proudly I am preaching. Don't come to me for a deliverance. I am preaching a person who can give a deliverance. Hallelujah. Praise the Lord. Praise the Lord. Nothing in my hand. I cannot do anything in your life. Stotram. Only thing I can pray to God, my sister, my brother is in problem. Lord, please help him. Please help her. More than that, nobody can do anything in the world. Believe this. Put your trust in God. Amen. Amen. Even you're entering the ICU for a surgery, your husband, your wife, your parents, relatives, they can come until the door of an ICU. But if you put in the trust in God, He will be inside the ICU to heal you. Hallelujah. Man have limitations, but the God, the Lord you're serving, He's not having any limitations. Praise God. If you have a problem, anyone have a problem, maybe it's in America or any other country, sit in Kuwait and pray. Lord will do the miracle there because you are serving a Lord who is not having any limitations. Nurvaicha 17:7. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കണം. പ്രൈസ് ഗോഡ്. എന്നോട് ദൈവം പറഞ്ഞു, സോറി ഫോർ പ്രീച്ചിങ് ഇൻ മലയാളം സംടൈം. മെനി മീഡിയേറ്റേഴ്സ്, പരിമല തിരുമേനിയുടെ
എവിടേക്ക് യാത്ര? ഖബറിലേക്കുള്ള യാത്ര. അൽഫോൻസാമയുടെ ഖബറിലേക്കുള്ള യാത്ര. സ്തോത്രം. We are part of that. But if you go to the graveyard of Christ, it is written there, he is not there. If you go to others' graveyard, your life will end in graveyard. But if you go to the graveyard of Christ, you have a confidence, my life will never end in graveyard. I will be having a new life with Christ. Hallelujah. So any mediator, any man in the world, never put the trust in him. Never put your trust. ആരും നിന്നെ സഹായിക്കുകയില്ല. Especially if you are a child of God. If anybody want to help you, God will never allow anyone to help you. Why God is doing like that? Because the help what God is going to give is beyond something else. Hallelujah. Amen. നീ ചിന്തിക്കുന്നതിനപ്പുറമായുള്ള പ്രവർത്തികൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. Praise the Lord. Hallelujah. What Christ has shown us, as everything when something come in your mind, you should search in the word of God. What Christ has shown to me. ഈ കാര്യത്തിൽ ദൈവത്തിലുള്ള ആശ്രയത്തിൽ ക്രിസ്തു എന്താണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. For everything, Christ is a role model. ആത്മജീവിതം പഠിക്കണമെങ്കിൽ ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ നീ ക്രിസ്തുവിലേക്ക് നോക്കണം. Prayer, how Christ prayed. Loving others, how Christ loving others. I mean the faith, how faith Christ was having. Now we are to study how Christ has shown an example, how he put the trust in God. Praise the Lord. Praise the Lord. When Christ is putting an example to us, what is the meaning of that? Who is Christ? Son of God. When Christ is showing an example, it's an example for me. It's an example for you to become son of God. മനസ്സിലാക്കാതെ ദൈവത്തെ സ്തുതിക്കുക. ക്രിസ്തു തരുന്ന മാതൃക ഞാനും നീയും എങ്ങനെ ദൈവത്തിന്റെ മകളാകാം എന്നുള്ളതാണ്. So Matthew 27:43 എന്ന് വായിച്ചു. Matthew 27:43. On the cross, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ക്രിസ്തു ദൈവത്തിൽ എന്ത് ചെയ്യുന്നു? Christ put his trust in Lord. ക്രിസ്തു എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ ആശ്രയിക്കുന്നു. അടുത്ത വാക്യം വായിച്ചു. അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ. ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. He trusts in God. Trust in God. Let God deliver him now. If he desires him, for he said, I am the son of God. See the role model. He proclaimed to the world, I am a son of God. What is the quality of a son of God? He put trust in God. Praise God. നീ ദൈവത്തിന് പ്രസാദമുള്ള മകനാണോ മകളാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ ദൈവത്തിലുള്ള നിന്റെ ആശ്രയം പരിശോധിക്കണം. If you put the trust in God, you are really a son of God. Amen. Amen. ദൈവത്തിന് മഹത്വം. Hallelujah. So Christ has shown a very good example for us. Even at the last moment on the cross, the very few seconds, very few minutes, his body is going to be dead. He is in the last moment of the failure as per the world. Still he is showing the world, I put my trust in Lord. Hallelujah. നിന്റെ ജീവിതത്തിലും എല്ലാം തകർന്നു പറയുന്ന സമയത്ത് ഇനി ഒരു വിടുതൽ എന്ന് പറയുമ്പോഴും നിനക്ക് പറയുവാൻ സാക്ഷ്യമുണ്ട്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. നീ അത് സാക്ഷീകരിച്ചാൽ നിനക്കൊരു പുനരുദ്ധാനമുണ്ട്. സ്തോത്രം. If you testify the last moment, I trust in Lord, you will be having a resurrection. Praise the Lord. Hallelujah. So now I want to examine myself. Really, I put my trust in God. ഞാൻ വാസ്തവമായി ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? സ്തോത്രം. ഒരു വാക്യം കാണിച്ചു തരാം. Psalm 16:2. നമ്മൾ ആദ്യം വായിച്ച 16:1 ആണ്. 16:2. If you read 16:2, we can see an attitude of a real son of God. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവ്. യഹോവ എന്നോട് പറഞ്ഞതല്ല, ഞാൻ യഹോവയോട് പറയും. എന്താണ് പറഞ്ഞത്? I told to God, നീ എൻ്റെ കർത്താവാകുന്നു. നീ എൻ്റെ കർത്താവാകുന്നു. നീ ഒഴികെ എനിക്കൊരു നന്മയും. നീ ഒഴികെ
എനിക്ക് വേറൊന്നുമില്ല. സ്തോത്രം. I say to the Lord, I say to the Lord, you are my Lord. you are my Lord. I have no good apart from you. I have nothing good apart from you. സ്തോത്രം. Praise God. നീ ജോലി സ്ഥലത്ത് പ്രൊമോട്ട് ആകുന്നെങ്കിൽ ഓർത്തോണം, not because of your experience or knowledge, Lord, because of you I am blessed. You have a good family life not because of your character or because of the way you lead the family life. You shall proclaim, without Lord I will not have a good family life. If you are holding a very good children, and you should say that not because of the training I have given, not because of the prayer I have did for my children, you should tell that every child you have given to me, they are blessed because Lord I want to proclaim, amen, you, without you my child will not be a great son of God or not become a real daughter of God. നീ ഒഴികെ എനിക്ക് വേറൊരു നന്മയുമില്ല. വേറെ നന്മയുടെ പുറകെ നീ ഓടുന്നെങ്കിൽ ഓർത്തോണം, you are not putting the trust in God. We count many things as a blessing in the world. Many things. Praise God. Yesterday when I was talking with my colleague, I told you, oh, long working, you accumulated 50 crores in your bank. Now you have a deposit of 50 crore. Maybe I am poor, maybe I have maybe 1 lakh, 2 lakh in my account. We both will die the same day. Who will be more sad? Who will be more sad? നിങ്ങൾ പറ. So I am accumulating the blessings of heaven to become sad in the end of my life. സ്തോത്രം. സ്തോത്രം. 50 കോടി പോയത് കരയാ. എനിക്ക് കരയൊന്നുമില്ല, കാരണം ഒന്നുമില്ലല്ലോ, എന്ത് കഷ്ടപ്പെടാനാ. Praise God. Hallelujah. Lord is the only good thing in your life. God selected you. That's a great thing in your life. യഹോവ നീ അല്ലാതെ ഒരു നന്മയും എൻ്റെ ജീവിതത്തിൽ ഇല്ലേ ഇല്ല. സ്തോത്രം. സ്തോത്രം. Any moment you will depart from the world. Any moment. എപ്പോൾ വേണമെങ്കിലും മരിക്കാം, എപ്പോൾ വേണമെങ്കിലും. Praise God. But till the last moment you have to put the trust in God. Lord, I am your son. I proclaim to the world, I proclaim to my family, I proclaim to my colleagues, I am a child of God, I am a son of God, I am a daughter of God. I have to proclaim through the testimony, putting my trust in God. Praise God. Hallelujah. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ മനോഭാവം, യഹോവേ നീ ഒഴിയാതെ വേറൊരു നന്മയും എൻ്റെ ജീവിതത്തിലില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. God revealed to us, blessed is a man who put the trust in the Lord. When you put the trust in God, immediately you become a blessed person. So what is the blessing when a man or when a person put the trust in Lord? What's the blessing you are going to receive? അത് പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കാം. Psalm 16, 5 and 6 ഒന്ന് വായിക്കാം. എന്റെ അവകാശത്തിന്റെ പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. The Lord is my chosen portion and my cup. You hold my lot. The lines have fallen for me in pleasant places. Indeed, I have a beautiful inheritance. I have a beautiful inheritance. I have a good inheritance. നല്ലൊരു അവകാശം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. If you trust in Lord, He will provide the best in your life. Hallelujah. He will provide the best in your life. Praise God. Praise the Lord. Hallelujah. When we put trust in God, God provides the best to the world. Are the best to the world? Jesus Christ. He provided the best to the world.
അങ്ങനെയാണെങ്കിൽ ഇഫ് യു ട്രസ്റ്റ് ഇൻ ഗോഡ്, ഹി വിൽ പ്രൊവൈഡ് ദ ബെസ്റ്റ് ഇൻ യുവർ ലൈഫ്. സ്തോത്രം, സ്തോത്രം. ഏറ്റവും ശ്രേഷ്ഠകരമായത്, ഏറ്റവും ഉന്നതമായത് ദൈവം നിന്റെ ജീവിതത്തിൽ തരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതിന്റെ പ്രത്യേകത അറിയാം. വാട്ട്സ് സ്പെഷ്യാലിറ്റി ഓഫ് ദാറ്റ്? എഫേഷ്യൻസ് 4:20 പറയുന്നു. എഫേഷ്യൻസ് 3:20 ആണോ? എഫേഷ്യൻസ് നിങ്ങളോ യേശുവിൽ അല്ല, 3:20. എന്നാൽ നാം ചോദിക്കുന്നതിലും ചോദിച്ചതല്ല, നനയ്ക്കുന്നതിലും നനച്ചതല്ല, അത്യന്തം പരമായി അതിനേക്കാളും ഉന്നതമായത് ചെയ്യുവാൻ ദൈവം നിനക്ക് തരും. സ്തോത്രം. മതി. Now to him who is able to do far more abundantly. 3:20 ആണോ? Now to him who is able to do far more abundantly than all that we ask or more think, than you ask or think, or more than you think, he will provide the best. He will provide the best. Amen. He will provide the best. Stotram. The problem, we are asking something, we are seeking something, we are thinking something. Lord is saying, more than that I will give. ദൈവത്തിന് സ്തോത്രം. More than that I will give. I will provide. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി അവൻ ചെയ്യും. സ്തോത്രം. He will do. ദൈവം ചെയ്യും. സ്തോത്രം. ഇനി അടുത്ത സ്പെഷ്യാലിറ്റി എന്താണ്? 1 Corinthians 2:9 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ അല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് താൻ ഒരുക്കിയത് കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തതുമായ കാര്യം. സ്തോത്രം. Read. For this is why I wrote, that I might test you and know whether you are obedient in everything. 1 Corinthians 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. But as it is written, what no eye has seen, nor ear heard, nor the heart of man imagined, never the heart of the man imagine. What God has prepared. God has prepared for those who love him. See, ആ വാക്ക് ശ്രദ്ധിക്കണം. God is not going to prepare. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. God is not going to prepare. God has prepared. When the Israel people was called out from Egypt, when Moses was prepared to lead the people, God has prepared the promised land for the Israels. മനസ്സിലായ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഈ ദേശത്ത് പോയി അവിടെ വേല ചെയ്ത് പാലും തേനും ആക്കണം എന്നാണ് പറഞ്ഞത്? അല്ല, നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടി? പാലും തേനും ഒഴുകുന്ന ഒരു വാഗ്ദത്ത ദേശത്തിൽ നിന്നെ എത്തിപ്പാൻ. God has prepared the promised land already for the people of Israel. Now only put the trust in God and move forward. Hallelujah. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകുക. നിനക്ക് ആമേൻ സ്തോത്രം ഒരുക്കിയത്. Even Moses not seen that. Even Aaron not seen that. Even anyone in the people of Israel has not seen what is the beauty of the thing what God has prepared for the people of Israel. But Moses preached the beauty of the promise what God has prepared for the people. Amen. God has prepared the best. ഒരേ ഓർത്തു നോക്കിയേ, ശ്രദ്ധിക്കണം നിങ്ങൾ. The way to the promised land, when they cross some of the countries, the Israel people are saying, Lord, we are tired. We will be the part of this country. We will be in this country. ഞങ്ങൾ ഈ ദേശത്ത് താമസിച്ചോളാം.
ഞങ്ങൾ ഇവിടെ താമസിച്ചോളാം. They were saying that, they are thinking that this is the beautiful land than Egypt, but Lord is telling the promise, this is not what I prepared for you. That is better than your imagination, but is better than what you seek and ask. Praise God. എനിക്ക് കിട്ടിയതിൽ ഞാൻ സന്തുഷ്ടനായിട്ടിരിക്കുക. ഇതല്ല ദൈവത്തിലെ നിനക്കൊരുക്കിയിരിക്കുന്നത് ശ്രേഷ്ഠകരമായതാണ്. സ്തോത്രം. Praise the Lord. Hallelujah. God called Abraham. ആദ്യം പറഞ്ഞെന്താ? Put out the trust in your family. Put out your trust in your nation. Put out your trust for the people you are connected. Come out and trust in me. നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ട് എന്റെ പിന്നാലെ വാ. ജനസിസ് എന്ന് പറഞ്ഞെന്താണ്? ജനസിസ് 12:1-2 എന്ന് വായിച്ചു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ആ. നീ നിന്റെ ദേശത്തെയും ആ. ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. Go to the promised land. Put out the trust from where you are putting the trust now. Trust in me. If you put the trust in me, എന്ത് സംഭവിക്കും? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. I will make a big nation. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. I will make your name big. I will bless you more than I think. I will provide you the best. Amen. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഒരു കൊച്ചു ഊരെന്ന് പറഞ്ഞ പട്ടണം വിട്ടാൽ ആമേ കനാൻ എന്ന് പറഞ്ഞൊരു ദേശം നിനക്ക് ഞാൻ തരും. മനസ്സൊക്കെ ദൈവത്തെ സ്തുതിക്കുക. വിട്ടത് ചെറിയൊരു പട്ടണമാ, പക്ഷെ തരുവാനുള്ളത് വലിയൊരു ദേശമാ. മനസ്സൊക്കെ ദൈവത്തെ സ്തുതിക്കുക. ഇതാ നിന്നോടുള്ള ദൂത്. വിടുന്നത് പലതും വിലയേറി ചിന്തിക്കുന്നെങ്കിൽ വിടുന്നത് വില കുറഞ്ഞതാ, നേടുവാനുള്ളതോ വിലയേറിയതാ. ദൈവത്തിന് സ്തോത്രം. You are leaving a small town. The promise of God is a big nation. Hallelujah. You're holding the small blessing. Leave it for a great blessing. Hallelujah. ദൈവത്തിന് സ്തോത്രം. Praise God. Hallelujah. 12:4 വായിക്കുമ്പോൾ എന്ത് ചെയ്തു? യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ആ. അബ്രാം പുറപ്പെട്ടു. Abraham told that, Lord, I don't put trust in my family. I put out the trust in my world. I put out the trust in my people. I am departing according to your commandment. പക്ഷെ എന്ത് സംഭവിച്ചു? ലോത്തും, why Abraham, you didn't say to Lot, no, you shall not come with me. You shall not come with me. The commandment of Lord, depart from the people. Be alone. Be alone എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ വാക്യം? ഇല്ല. യെശയ്യാ 51:2 എന്ന് വായിച്ച് ഉണ്ടോ നോക്കട്ടെ. ആ ആ ഞാൻ അവരെ എങ്ങനെ വിളിച്ചു? Look to Abraham, Look to Abraham, your father, and to Sarah who bore you, for he was but one. He was but one. I call Abraham, I called you. Why Lot is with you? അപ്പൊ എന്ത് പറ്റി? When he become one, what happened? That I might bless him. I will bless him. I will multiply him. നമ്മളും ഇങ്ങനെ, we will obey the commandment, but some Lot is with us still. ചില ലോത്ത് ഇങ്ങനെ നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ചില ലോത്ത് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന് മഹത്വം. Lord had given a very good lesson to Abraham, and Abraham realized the truth. I have to be alone. I am called as a one. ഏകനായി വിളിച്ച എന്നെ ലോത്ത് പാടില്ല. So he came to Lot. See, we are very good. We are relatives. I agree that. But my Lord is telling me, amen, put the trust in him. If you are with me, I cannot put my 100% trust in God. Shall we depart? They agreed and they departed. See, 13 and
14 തൊട്ടത് വായിച്ചേ. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം The moment they are departed, ലോത്ത് അബ്രാമിനെ വിട്ട് പിരിഞ്ഞ ഉടനെ യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, ദൈവം വീണ്ടും അബ്രാമിനോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. സംസാരിച്ചു. തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ആമേൻ. ആ, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും ഈ കാണുന്ന ഭൂമിയെല്ലാം ഞാൻ നിനക്ക് തരാൻ പോവുകയാ. The Lord said to Abraham, ആ, after Lot had separated from him, lift up your eyes and look wake up your eyes and look. from the place where you are, ആ, northward and southward, north, east, west, south, you look anywhere. That place is going to be a promised land for you. അവിടെ കൊണ്ട് തീരുന്നില്ല. അടുത്ത വാക്യം പറയുന്നു, and I will make your offspring as the dust of the earth. Praise the Lord. മലയാളത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ആമേൻ. ഞാൻ നിന്റെ ഒരു സന്തതി ദൂത് പറയട്ടെ, യഹോവയിൽ ആശ്രയിക്കുന്നവന്റെ സന്തതിയെയും ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. The man you put the trust in God, it's a promise of God. The generation will be blessed because of you, Mr. Abraham. Praise God. എപ്പോഴാണെന്നറിയാമോ? The last moment he told Lot, be departed. I want to show to the world, I want to show to prove to God, I put my trust in God. ഇപ്പൊ നീ നടക്കുന്നിടം, നീ നോക്കുന്നിടം, ഇരിക്കുന്നിടം എല്ലാം ഇപ്പൊ ആരെയാ? അബ്രഹാമിന്റെ. He left a small town. നോക്കിക്കേ, ചെറിയ പട്ടണം വിട്ടതേ ഉള്ളൂ. ഇപ്പൊ നോക്കുന്നിടം എല്ലാം അബ്രഹാമിന്റെയാ. ഓ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേൽ ഇറങ്ങി വരിക. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നെക്സ്റ്റ് ചാപ്റ്റർ വായിക്കുമ്പോൾ അത് വായിക്കണ്ട. ബിഗ് ഫൈറ്റ്. ദ ജെന്റൈൽ കിങ്സ് ദേ ടുക്ക് ലോത്ത് ആൻഡ് അബ്രഹാം എന്ത് ചെയ്തു? He went with his people and bring back the Lot back to their house. അതിന്റെ 14 ഇത്ര വായിച്ചാൽ 14 21 തൊട്ട് വായിച്ചേ. The king of Sodom is saying that സോദോം ദേശത്ത് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരുക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. The king is saying to him, I am very happy. I am very happy. I want to reward you. Give the people and take whatever you want from the country. What's the reply of Abraham? അതിന് അബ്രാം സോദോം രാജാവിനോട് He replied to the king, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യും. You know what Abraham told? Abraham told him. എന്താ അബ്രഹാം പറയുന്ന അർത്ഥം മനസ്സിലായോ? സോദോം രാജാവേ, എനിക്കൊരു സാക്ഷ്യം പറയുവാനുണ്ട്. യഹോവേ, നീ ഒഴികെ ഒരു നന്മയും എനിക്കില്ല. സ്തോത്രം. I want to proclaim a testimony to the king of Sodom. Listen to me. The good thing what I have in my life is my Lord. He is my Lord. There is no good thing other than this. I don't want anything from you. I am blessed. I am blessed. Praise God. യൂസഫ് അലി വഴി കൂടെ പോവുക, ഒരു 500 രൂപ എടുത്ത പുള്ളി മേടിക്കൂ. ഒരു കുവൈറ്റ് വന്നു പറയാ, മിസ്റ്റർ ജോസഫ്, ടേക്ക് 500 കടി. വിൽ യു ടേക്ക്? I am blessed. If I am going, I will say thank you because I don't know I am blessed. I am thinking this is a blessing. No, you will not receive a blessing from anyone because you don't know that you are blessed. Hallelujah. Stotram. God will provide the best. God will provide the best. Stotram. 2026 the best തരാൻ പോവുകയാ. സ്തോത്രം. To put the trust in Lord. Only in Lord. Hallelujah. Psalm 16:7 എന്ന് വായിച്ചേ. എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇങ്ങനെ വായിക്കുന്നു 16:7. I bless the Lord who gives me counsel. In the night also my heart instructs me. Hallelujah. Praise the Lord. God will guide me. God will be with me. He will give his counsel to me. അവിടെ പറയുന്നു, even in the night also my heart instructs me. Me in the night seasons. In the night seasons,
Spiritually, night means darkness. What is the darkness? ഈ ലൈറ്റ് ഓഫ് ചെയ്താൽ, if light is there, I will walk speed to go out of the hall. If light is closed, how I will move? Slowly I will take the step because I don't know what are the obstacles. Night, darkness, absence of light. Who is light? Jesus said, I am the light of the world. Darkness is the absence of light. But if you put the trust in God, even in the absence of blessings, absence of all the light, Lord will be with me. Hallelujah. ആ രാത്രിയിലും ആ തകർച്ചയിലും എന്തെടുക്കണമെന്നും എന്ത് ചെയ്യണമെന്നും ദൈവം നിന്നെ അറിയിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. We have some situation in our life. എന്താ ലൈഫിൽ? We don't know what decision to take. Go left, go right, go straight. We don't know what to do. Lord is telling, He will provide His counsel. He will instruct me in the night seasons. സങ്കീർത്തനം പറയുന്നത് രാത്രിയിലത്തെ ഭയത്തെ, ആമേൻ, ഇരുട്ടിലെ അന്ധകാരത്തെ നീ എന്ത് ചെയ്യണ്ട? നീ ഭയപ്പെടേണ്ട. കാരണം 91 Psalms 91:2 പറയുന്നു, അവൻ യഹോവയെ കുറിച്ച് നീ എന്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയും. If you put the trust in God, never fear the darkness. ഈ പറഞ്ഞ രാത്രിയല്ല പറയുന്നത്. Never fear the failure. Praise God. Never fear your weakness. Never fear anything. Psalms 23:1 പറയുന്നു, യഹോവ എന്റെ ഇടയനാണ്, he is my shepherd. അതിന്റെ 4 പറയുന്നു, even I walk through the valley of death, I will not fear. കൂരിൽ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. Because I have to put the trust in my God. ദൈവത്തിൽ ആശ്രയിച്ചാൽ വീഴുമ്പോൾ അവൻ താങ്ങും. സ്തോത്രം. When you fall down, He will support you. He will lift you. He will never allow you to fail in any moment of your life. Put your trust in God. ഒരാൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഉണങ്ങിയ ശിഖരത്തിലിരിക്കുന്ന കിളി, if a bird is sitting on a branch, that branch of a tree, if the branch is weak, the bird is not afraid. Why? The bird is not depending on the branch of the tree. Bird is depending on bird's wings. Hallelujah. ശിഖരം ഒടിഞ്ഞാലും പറക്കുവാൻ കിളിക്ക് കഴിയുമെങ്കിൽ, എല്ലാം തകർന്നാലും ആത്മാവിനെ പ്രാപിച്ച ദൈവത്തിലെ നീ ഉയരുക തന്നെ ചെയ്യും. സ്തോത്രം. Even everything be a failure, the Holy Spirit will lift you up. You are like a bird having the wings. You are a spiritual man with the wings of Holy Spirit. Nothing can bring you down. Nothing can make you lower in the world. He will lift you up. ദൈവത്തിന് സ്തോത്രം. Hallelujah. Amen. Joseph, if you study about Joseph, family was against. In the house of Potiphar, the boss and wife was against. Praise God. Everyone was against. But if the word of God says, Genesis 39:2 ഇങ്ങനെ വായിക്കുന്നു, യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. Lord was with. മതി, യഹോവ ജോസഫിനോട് ഉണ്ടായിരുന്നു. മതി. അതിന്റെ 39:21 വായിച്ചേ. In the jail. യഹോവ കാരാഗ്രഹത്തിൽ, in the jail also Lord was with Joseph. Correct? Praise the Lord. ഡേവിക്ക് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു സെക്കൻഡിലേക്ക് I am Lord കേട്ടോ. ഒരു സെക്കൻഡിലേക്ക് I am Lord. Dave is with. Dave is here. I am now. Lord is with whom? With Dave. You go and stand there. Lord is here, but Dave is not here. Lord want to be with you.
but you are not available. That means why Lord was with Joseph? Because Lord was always with Joseph was always with Lord. God bless you. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. മനസ്സിലായോ? ദൈവത്തിനോട് ഇരിക്കണം, പക്ഷെ നിനക്ക് ഇരിക്കാൻ എന്തില്ല, മനസ്സില്ല. Why Joseph? Everywhere, everyone was against. Amen. But Lord was with Joseph. And God, the world gave a name. The world gave a shape. The world gave a beauty. World gave everything which against Joseph. Amen. അവനെ വൈകൃതമാക്കി, അവനെ കൊള്ളരുതാത്തവനാക്കി, അവനെ കുറ്റവാളിയാക്കി, അവന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെല്ലാം മാറ്റി. You know what is the first action of God? അതെനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന രാത്രിയിൽ. Yesterday when I meditated the word of God, it filled me with the Holy Spirit. വായിക്കാം 41:14. ഉടനെ God decided now is a time to lift Joseph. ഉടനെ എന്ത് ചെയ്തു? ഉടനെ ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. അവൻ ശൗര്യം ചെയ്യിപ്പിച്ചു. അവന്റെ വേൾഡ് കൊടുത്ത ഷേപ്പും, the world കൊടുത്ത ടെസ്റ്റിമണിയും, the world കൊടുത്ത everything whatever it is, ഒന്ന് മുതൽ ദൈവം ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അവനെ ആദ്യം എന്ത് ചെയ്യാൻ തുടങ്ങി? ഷേവ് ചെയ്തു. അടുത്തത് വസ്ത്രം മാറി, അവന്റെ വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. Praise God. When God start lifting you up, he with the how you understand? You can see the changes happening in your life according to God's will. പിന്നെ നിങ്ങൾക്കറിയാം, he was being promoted as the leader of Egypt. Amen. Even the king was there, he was the leader of Egypt. രാജാവ് ഉണ്ടെങ്കിലും രണ്ടാമനായ ദൈവം എന്ത് ചെയ്തു? അവൻ കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങി. He was a deciding maker of a nation. അവൻ എവിടെയുള്ളവനാ? He was staying in a small house in a small village. ഒരു ഭവനത്തിൽ, ഒരു ഗ്രാമത്തിൽ അനേകം മക്കളുടെ ഇളയവനായിരുന്നവനെ ഒരു ദേശത്തിന്റെ ഡിസിഷൻ മേക്കർ ആക്കി ദൈവം മാറ്റി. ആമേൻ. When the world tried to bring you down, God will lift you up when you put the trust in God. With the night seasons, the problems, the failures, nothing will harm you. You are going to see the deliverance of God these coming days. Wherever you are a failure, till 2025, God is giving a promise. He is going to provide the victory in each aspects of your life. Amen. Hallelujah. ഒരു വാക്കിയുടെ പറഞ്ഞു അവസാനിപ്പിക്കാം. Psalm 61:11. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത്. Put the trust in God. He will guide you in the path of life. ജീവന്റെ വഴിയിലൂടെ അവൻ നിന്നെ നടത്തും. ആമേൻ. ആമേൻ. ജീവന്റെ വഴിയിലൂടെ. ഹല്ലേലൂയ. നിത്യജീവനിലേക്ക് അവൻ നിന്നെ നടത്തും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം വായിക്കണം. 107 പറയുന്നു, Psalms 107:7, അവർ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. He led them through the right way. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വഴിതെറ്റി പോകുകയില്ല. ആമേൻ. യെശയ്യാ 30:21 ആണെന്ന് തോന്നുന്നു. If you move forward, you will hear a sound from behind. When you turn left or right, you will hear a sound from behind saying that this is the right path, go through this way. അല്ലേ? 30:21 അല്ലേ? നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഈ വഴി ഇതാകുന്നു എന്ന് പറഞ്ഞൊരു ശബ്ദം നിന്നെ പിന്തുടരും. സ്തോത്രം. ആമേൻ. ജീസസ്. Everyone likes prosperity, correct? Everyone likes blessing. When people are looking to Jesus, he is multiplying the bread, he is healing the people, he is doing great miracles. They told it's a very easy life.
We can be blessed. If we are close with Jesus, we are blessed. Then many multitude came to Jesus. ഒത്തിരി പേര് കൂടി. So what happened? John 6:59 വരുമ്പോൾ John 6:59 he started preaching the teaching of Christ. ഉപദേശം എന്ത് ചെയ്യാൻ തുടങ്ങി? അവൻ കഫർന്നഹൂമിൽ ഉപദേശിക്കുമ്പോൾ ഉപദേശം തുടങ്ങി. പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു. അവൻ പള്ളിയിൽ ഇരുന്ന് അത്ഭുതം ചെയ്തില്ല. He started preaching the teaching of Christ. ഉപദേശം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ 60 ഒന്ന് വായിച്ചേ. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. This is very difficult. We preach blessing, we are happy. Preach prosperity, we are happy. But we are teaching the teaching of Christ. If you try to preach that, it is very difficult. We cannot survive. It's very tough. ഭയങ്കര കഠിന വാക്ക്. അവിടെ കൊണ്ട് നിന്നില്ല. 65 ഒന്ന് വായിച്ചേ. അല്ല 67. Sorry, 66. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. After this, with the moment he started preaching the teaching of Christ, the so-called disciples start saying what? Goodbye, Christ. Goodbye. Until this we are okay. After this we are not at all okay. The same thing is happening now in the spiritual world. The moment you start preach the teaching of Christ, nobody likes that. The moment you preach blessing, the people of God will say that today's meeting was a great blessing. When you are saying that preaching the teaching of Christ, nobody likes that. So everyone start departing Christ. Christ didn't cry. You next is verse what Christ was asking? 12 disciples were left there. He asked them, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. Please, if you like to go with them, you can go. Praise God. Hallelujah. You know what is the answer? ശീമോൻ പത്രോസ് അവനോട്, Peter immediately answered, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? We cannot go to anyone നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ, because you are leading us in the path of eternal life. Praise God. If you are in Christ, you are in path of eternal life. ക്രിസ്തുവിലാണെങ്കിൽ ജീവന്റെ പാതയിൽ നിങ്ങളായിരിക്കും. സ്തോത്രം. Praise God. Hallelujah. Trust in God. Trust only in Lord. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. കർത്താവ് പറഞ്ഞത് എന്തൊക്കെയാണ്? ദൈവത്തിന്റെ മഹത്വം. He will provide the best. Amen. He will lift you in the midst of the problems. He will ensure that you will reach the final destiny as per the purpose of God. മൂന്നാ പറഞ്ഞു, you will have a victorious spiritual life. Every moment you put a trust in God, you will lead a life in the path of eternal life. ദൈവത്തിന് സ്തോത്രം. So devil will tell to you, put the trust in people, put the trust in the mediators, put the trust in X or Y. He will try to deviate your mind going away from Christ. Remember, you are going away from the blessing. അനുഗ്രഹത്തിൽ നീ തന്നെ മാറിപ്പോവുകയാണ്. ജോസഫിന് കൂടെ ദൈവത്തിൽ ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൂടെ ജോസഫും ഇരിക്കണം. If God want to be with you, ensure that you will be with God. ഇതാണ് വിജയരഹസ്യം. One more time. Oh God, I put my trust in you. Preserve me. കാത്തുകൊള്ളണം. എന്താ കാത്തുകൊള്ളേണ്ടത്? കർത്താവേ, provide me the best. Guide me in the midst of the problems. And guide me according to the will through the path of life. എഴുതിരിക്കാൻ പ്രാർത്ഥനയ്ക്കായിട്ട്.